100-200 കിലോമീറ്റർ താണ്ടിയിട്ട് നമ്മൾ നോമ്പുറക്കം വന്നിക്കാണ് ഗൈസ്. അത് വേറെ നോമ്പുറന്നല്ല, മൈജി ഷാജിഖാന്റെ വീട്ടിലെ നോമ്പുറക്കം കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോ ഫർഹാനും സാബിത്തും വന്നിട്ടുണ്ട്, ക്യാമറമാൻ. ഞാൻ ശരിക്കും പറഞ്ഞ പാലക്കാടായിരുന്നു. ഇപ്പൊ ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നിട്ടുണ്ട്. സാബിത്ത്, ഫർഹാന് ഇവര് ബൈക്കിനാട്ടോ വന്നിക്കണേ. ബൈക്ക് ചെയ്യാട്ടോ. എങ്ങനെയായിരുന്നു ബൈക്ക് റൈഡ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. പക്ഷേ നോമ്പുണ്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണ്ടല്ലോ. അതിൽ എനിക്ക് എന്തൊരു സംശയമുണ്ട്, സത്യം പറഞ്ഞു. ഭയങ്കര വെയിലായിരുന്നു. ഇതെത്ര നോമ്പാ? ഇന്ന് 24. അപ്പൊ അവിടെ കേട്ടണോ? അപ്പൊ ഇവര് വന്നിട്ടുള്ളത് എറണാകുളത്തുനിന്ന്. ഇത് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ഷെബീർ, റിദിന, ഇവര് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ 4 പേര് കേട്ടോ പാലക്കാട് വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. അതിന് ഉപരി നല്ലൊരു ബിസിനസ് മാൻ കൂടിയാണ്. സക്സസ്ഫുൾ ബിസിനസ്. നമുക്ക് പോകാനല്ലേ അവിടെ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അവിടെ പോയിട്ട് ഓക്കെ. ഏകദേശം വീട്ടിൽ എത്താനായിട്ടുണ്ട്. 200 മീറ്റർ ഉള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നതാണ്. ഇവിടെ എവിടെയെല്ലാം ഇത്. ഹായ്, എന്തെല്ലാം വിശേഷം? അല്ല, എങ്ങോട്ടാ, ഏതാണ്? അതാണ് മൂപ്പര് വീട്. ഓക്കെ ഓക്കെ. ഇതൊക്കെ വൈജിന്റെ മാർക്കറ്റിംഗ് ടീം ഉണ്ടോ സാറേ? വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാട്ടോ. ഇതാണ് പ്രശോഭേട്ടൻ. ഞാൻ ഈ മണി ചാലഞ്ച് കണക്ട് ചെയ്ത ഒരു പേഴ്സൺ ആണ്. നല്ല കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോകും. ഇതൊക്കെ നിങ്ങളുടെ വിശേഷം? നല്ല വിശേഷം. നോമ്പൊക്കെ എങ്ങനെ പോകും? ഞാൻ മുമ്പൊക്കെ കഴിഞ്ഞ് പ്രശ്നപ്പെട്ടോണ്ട് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ചലഞ്ച് എന്നോട് ഏറ്റവും 0 to ഇതുവരെ എത്ര പ്രശ്നപ്പെട്ടനോടുള്ളൊരു കോണ്ടാക്ട് ആണ്. പ്രശ്നപ്പെട്ടന് ഇപ്പൊ എന്റെ എല്ലാം അപ്പ് ആൻഡ് ഡൗണ് മനസ്സിലാക്കിയ ഒരാളാണ് പ്രശ്നപ്പെട്ടൻ. പിന്നെ പ്രശ്നപ്പെട്ടൻ പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പ്രശ്നപ്പെട്ടൻ പറയാറില്ല എന്താ ഈ വീഡിയോ ചെയ്തോ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഒരു ലിമിറ്റും ഇല്ല, എന്നെ ഫ്രീ ആക്കി വിട്ട്. നമ്മളൊരു പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നന്നാവെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലോ. തീർച്ചയായും ഒരുപാട് നല്ല അഭിപ്രായം. അതേപോലെ ഞാൻ സൗദിയിൽ ഷർഫിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ ഒരുപാട് ആൾക്കാർ കൂടിയതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൻ്റെ കാര്യമാണ് ഈ പ്രാവശ്യത്തെ സംസാരത്തിൽ വന്നത്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും അല്ല, എൻ്റെ കൂടെ ഇതിന് എന്താ പറയുക, A to Z എൻ്റെ എല്ലാത്തിനും കൂടെ വന്നതിന് ഞാനും ഒരു താങ്ക് യു പറയുന്നു. താങ്ക് യു. ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോട്ടെ, ഈ ഒരു ബന്ധം ഉഷാറാവട്ടെ. ഇനി നല്ല നല്ല ചലഞ്ചുമായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ ചലഞ്ചിൽ ഏർപ്പെടുത്താൻ പറ്റട്ടെ. പോസിറ്റീവായിട്ടുള്ള കാര്യം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പരിപാടി ഇപ്പോ അടിപൊളിയാട്ടോ. നടന്നുണ്ടല്ലോ വീട് പ്രശ്നപ്പെട്ട ജസ്റ്റ് നടന്നു കാണാൻ പറ്റും. ഹായ്, പേരെന്താ? വാ സംസാരിക്കുക, ഇത് പരിചയപ്പെടാൻ പോകും. പേരെന്താ? ഹായ് മാൻ, എവിടെ സ്ഥലം? പയ്യന്നൂരാ? അയ്യോ, നിങ്ങളെ പയ്യോളെ? ശരിടാ. നമ്മൾ കഴിഞ്ഞപ്പോൾ ഒരു വീട് 1 വർഷം കഴിഞ്ഞ ഫെബ്രുവരി 2025 ഫെബ്രുവരിയിലാണ് നമ്മളത് ഇതാക്കി. വീടല്ലേ? ഉമ്മാനെ കൊണ്ട് ഉമ്മുണ്ട്, ഉള്ളിലുണ്ട്. വലിയ ആവശ്യം. എല്ലാവരും അവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി പോലെ ആണ് എന്താ പറയാ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്യുന്നതും ഇതാക്കുന്നതും. എന്തുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് 1 team 1 family 1 dream എന്നൊക്കെയുള്ള ലെവലിലാണ് നമ്മൾ പോകുന്നതൊക്കെ. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മൈജിന്റെ അകം എന്ന് പറയുന്നത് ഒരു വലിയൊരു കുടുംബമാണ്. അത് ആ രീതിയിലാണ് അത് പോകുന്നത്. അതിൽ അങ്ങനെ ഒരു ഫാമിലി കൾച്ചറിൽ നമ്മൾ പോകണം എന്നുള്ളതും ഷാജിക്കേണ്ടതല്ലേ. കൂടെ എല്ലാവരും ചേർത്ത് നിർത്തി എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം എന്നാണ് ഷാജിക്കേണ്ടത്. അപ്പോൾ നമ്മള് ഷാജിഖാന്റെ വീട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്, വീട് കാണാനായിട്ട്. എന്താണോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. ചേട്ടനാണ് നമ്മളെ കാണിക്കാൻ പോണേ. ഇക്കാരുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ഗണേഷ്. ഗണേഷ്. ഞാൻ ഷാജിഖാന്റെ കൂടെ കുറെ വർഷങ്ങളായിട്ട് ഉള്ള ഒരാളാണ്. അതെ, പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ളതില്. പ്ലീസ് കം, പ്ലീസ് പ്ലീസ്. ഈ വീട് നിൽക്കുന്നത് ഷാജിഖാന്റെ തറവാട് ഉണ്ടായിരുന്ന സ്ഥലത്താണ്. ഇതിപ്പോ വീട് അധികമായിട്ട് ഇപ്പോ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 2 മാസമായി. ഇത് സിറ്റിംഗ് ഏരിയയാണ്. ഇത് ഷാജിഖാന്റെ ഫാമിലി. ഉമ്മ 2 മക്കളാ. ഇവിടെ ഷാജിഖാന്റെ ഉമ്മാന്റെ റൂമാണത്. സുഖമല്ലാതെ കിടക്കുന്നോണ്ട് നമുക്ക് ഇത് മെയിൻ ഡൈനിങ് ഏരിയ. ഓക്കെ. ഇത് ഫസ്റ്റ് കിച്ചൺ ആണ്. ടോട്ടൽ എത്ര കിച്ചൺ വരുന്നത്? കിച്ചൺ 3 ഇതിലാണ് വർക്ക് ചെയ്യുന്നത്.
ഇവിടെ ഒന്ന് ഓണായിട്ട് കാണാമല്ലോ. ഇവിടെ ഓണല്ലേ ഇത്? കിച്ചൺ ഓണല്ല. ഇത് ഓണാണ്, പക്ഷെ അത്ര ഇതല്ല. ലൈവ് കിച്ചൺ പുറത്തേക്ക് പുറത്തേക്ക്. ഇത് സെക്കൻഡ് ഡൈനിങ് ആണ്. ഓ അത് വേറെ ഗേറ്റ് ആണല്ലേ? അത് ബാക്ക് സൈഡിലൂടെ വരാനുള്ള ഇതതിന്റെ തേർഡ് കിച്ചൺ ആണ്. അത് ഓക്കെ. ഇപ്പോ കൂടുതൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ നമുക്ക് 3 കിച്ചണാണ്. നമ്മുടെ ഈ ഇതിന്റെ അകത്ത് ഇവിടെ മാത്രം ഞങ്ങൾ ഏകദേശം 36-37 പേര് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ്റെനൻസ് മാത്രം, കിച്ചണിലും ഹൗസ് കീപ്പിംഗ് അത് ഇതൊക്കെ ആയിട്ട്. കിച്ചണിൽ മാത്രമായിട്ട് 9 പേരുണ്ട്. 9 പേര്. ഫുഡ് കുക്കിംഗ്. പിന്നെ ഇവിടുത്തെ ഷെഫായിട്ട് പുറത്ത് ഷെഫായിട്ട് 2 പേര് പെർമനന്റ്. ഷെഫ്. പിന്നെ ഷൈക്കാൻ ഇന്നിപ്പോ ഈ സീസൺ ആയത് റംസാനായ കാരണമാണ്. ഇപ്പൊ നോമ്പായ കാരണം എല്ലാ ദിവസവും കമ്പനി ഗസ്റ്റും കാര്യങ്ങളും അധികം ടൈപ്പ് എപ്പോഴും ഷൈക്കാന്റെ കൂടെ. പിന്നെ ഷൈക്ക വലിയ ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഒരു ഹാപ്പിനെസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മൂഡ് ഔട്ട് ആയിരിക്കുക, വേറെ ആൾക്കാരെ എപ്പോഴും ആളുകളെ സംസാരിച്ച്. പുള്ളി പിന്നെ കുറച്ച് ഫിലിം എല്ലാ സിനിമയും കാണും. ഇത്രയും തിരക്കുണ്ടെങ്കിലും തിയേറ്ററിനായിട്ട് സെറ്റ് ചെയ്തു. പുറത്ത് സെപ്പറേറ്റ്. നമ്മളിപ്പോ നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാ സ്റ്റാഫ്സും ഇവിടെ വന്ന് കണ്ടിട്ട് ഇവിടെ എല്ലാരും ഒരാളുടെ പേര് പറയേണ്ട ആവശ്യം എല്ലാവരും ഞാനുമായി നമ്മുടെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സമയക്രമം അനുസരിച്ച് നോക്കുമ്പോ രാവിലെ ഏകദേശം 5:30 മണിക്ക് തുടങ്ങി പറഞ്ഞാൽ ലിറ്ററലി 13 മണിക്കൂർ എടുക്കുന്നു. ഈ 13 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ 24 മണിക്കൂറിലെ ഉറങ്ങുന്ന ഒരു 8 മണിക്കൂർ കണ്ടിട്ടില്ല, പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ബാക്കി 18 17 പരിചയപ്പെടാനുണ്ട്. 13 മണിക്കൂർ അവൻ ഒരു വിശ്വാസി അവൻ നോമ്പ് നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ആളുകൾ കേട്ടോ. ഇതിനെന്താ വെച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ടോ ഒരു എല്ലാവർക്കും ജസ്റ്റ് ഈ നോമ്പിന്റെ കേസും എല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട് മജീദ സ്റ്റാഫിന് വരാത്ത ഇപ്പൊ എങ്ങനെ ചെയ്തിരിക്കണോ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ സ്റ്റോറിലെ ആളുകൾ ഓരോ സെക്ഷനായിട്ട് പിരിച്ചിട്ടാണ്. നമ്മളെ ഏതിലോ പെടുത്തത് എങ്ങനെയുണ്ട് സെറ്റ് വരുമ്പോ പറഞ്ഞ ഇതേപോലത്തെ വീടാണ്. അതേപോലത്തെ വീട് വെക്കുന്ന ഷെബികൾ നമ്മള് വെക്കുമ്പോ നമുക്ക് ചാച്ചിക്ക് പറഞ്ഞ പോലെ ഡ്രീം ബിഗ് ആണ്. നിസ്കാരം കഴിഞ്ഞോ? ഞങ്ങള് പള്ളിയിൽ പോയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ നിൽക്കണേ. ഫുഡ് അത്യാവശ്യം ക്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ നിക്കണം, അത് വരെ നിക്കണം. അവിടെ നിന്നുണ്ട് ഫുഡ് അവിടെ ഉണ്ട്. ഇതെങ്ങനെ ഏതാ ഡിഷസ് എന്നറിയോ? എവിടെ തുടക്കം എവിടെ ഫുഡ് വല്ല ഐഡിയ ഉണ്ടോ? നമ്മുടെ ഇരിക്കാട്ടാ. ഞാൻ ഇവിടെ ഒരുപാട് വലിയ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. എനിക്ക് നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ട്. ഞാൻ നല്ല ബിരിയാണി ഒക്കെ കഴിക്കണേലേ ആരും ക്യാമറ ഓണാക്കണേ പറയണ്ടോ. വരും തീറ്റയൊക്കെ ഇപ്പൊ തലക്കെന്ന് തുടങ്ങണം നമുക്ക്. അവിടെ തുടങ്ങിയിട്ട് അങ്ങനെ പോകും. ഫസ്റ്റ് നമ്മള് ട്രൈ ചെയ്യാൻ പോണത് പൊറോട്ട. ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടേ അവിടെ മൈദിന്റെ എന്തോ ഒരു ഒഫീഷ്യൽ കാര്യങ്ങളും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇത്ര സംഭവങ്ങളൊക്കെ അച്ചീവ് ചെയ്തതിന്റെ കേസ്. അപ്പോ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാണ്. ഇവരൊക്കെ ഐസ്ക്രീം കഴിച്ച് അവിടെ എന്തൊക്കെ ഉണ്ട് അതൊന്ന് പോയേക്കണം. എന്താ അഭിപ്രായം? കഴിച്ചേറി വാ ഒരു കട്ടൻ ചായ അടിച്ചാലോ? ഫുഡ് കഴിച്ചോ? ഇല്ലേ? രാത്രിയോ ലാസ്റ്റോ? കുറച്ചെന്തെങ്കിലും കഴിക്കും. നിങ്ങളെ പേരെന്താ? കാലിത്. വീടോടെ? കണ്ണൂരെവിടെ? നമ്പർ പരിപാടി കഴിഞ്ഞ് ഓൾമോസ്റ്റ് ആളുകളൊക്കെ തിരിഞ്ഞു പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അവരുടെ കൂടെ. അപ്പൊ അതിനു വേണ്ടി പോയിട്ട് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട് നിന്ന് എറണാകുളം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വെറുതെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ എന്റെ അടുത്ത വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല. അവിടുന്ന് രണ്ടൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളോട് ആ വീടിന്റെ പുറത്ത് ഗേറ്റ് ഒക്കെ ഇറങ്ങിയിട്ട്. പക്ഷെ റെക്കോർഡ് ചെയ്യാത്ത മഹാൻ
ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ വിചാരിച്ചു. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കേസ്. അപ്പൊ ഇപ്പൊ ഏകദേശം പുലർച്ചെ അവിടെ എത്തിക്കും. അപ്പൊ ഇനി നാളെ രാവിലത്തെ കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye.